ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബൈജു സേതുമാധവൻ. നിങ്ങളെ എല്ലാവരെയും ഞാൻ BSM ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫോർമുലയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ ഫാർമ ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, FMCG ബ്രാൻഡിൻ്റെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എനി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമുക്ക് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു മേഖലയാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ട്. എങ്ങനെ നമുക്കൊരു സ്പെസിഫിക് ആക്കിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റിനെ നമുക്ക് ഒരു ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്കൊരു ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ പറ്റിയിട്ട്. അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ഫോർമുലയാണ്. ഫോർമുലയുടെ പേരാണ് ടാം, സാം ആൻഡ് സോം. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും പല ആൾക്കാരുടെ പേരുകളാണ് എന്നുള്ളത്. എന്നാൽ നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ടാം എന്ന് പറയുന്നത് ടോട്ടൽ അവൈലബിൾ മാർക്കറ്റ് ആണ് ടാം എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത് ഞാൻ പറഞ്ഞു സാം എന്ന് പറയുന്നത് സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് ആണ് രണ്ടാമത് സാം എന്ന് പറയുന്നത്. മൂന്നാമത് എന്ന് പറയുന്നത് സർവീസബിൾ ഒബ്റ്റൈനബിൾ മാർക്കറ്റ്, അതാണ് സോം എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു എന്താ പറയുക എലാബറേറ്റഡ് ഡിസ്ക്രിപ്ഷൻ വഴി കൊണ്ട് മാത്രം നമുക്കിത് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് പുതിയൊരു പ്രൊഡക്റ്റിന് മാത്രമല്ല പഴയ പ്രൊഡക്റ്റിനും അപ്ലിക്കബിൾ ആണ്. നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ അപ്ലിക്കബിൾ ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നാളെ ഒരു ബ്രാൻഡ് ലോഞ്ചിങ് ചെയ്യാന്ന് വിചാരിക്കും. നമ്മൾ കേരള മാർക്കറ്റിൽ മെറ്റ്ഫോമിൻ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് അവർ നോക്കുമ്പോൾ അവരുടെ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും അതേപോലെ ഈ ഡയബറ്റിക് പ്രൊഡക്റ്റ് മെറ്റ്ഫോമിൻ എഴുതുന്ന എല്ലാ ഡോക്ടേഴ്സും അവരുടെ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ആ ഒരു കമ്പനിക്ക് അറിയാം, ആ ഒരു കമ്പനിക്ക് ഇത്രയും ഒരു വൈഡ് ആയിട്ട് ഇത്രയും ടോട്ടൽ ഡയബറ്റിക് മാർക്കറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു റിസോഴ്സോ അല്ലെങ്കിൽ അതിനുള്ള മാൻ പവർ ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് സർവീസ് അവൈലബിൾ മാർക്കറ്റ്. അപ്പോൾ ആ കമ്പനി തീരുമാനിച്ചു ഈ ഡയബറ്റോളജി സെക്ടറിൽ തന്നെ നമ്മളുടെ സ്ട്രോങ് എന്ന് പറയുന്നത് മെറ്റ്ഫോമിൻ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ കൂടെ നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിലെ സെൻട്രൽ കേരള മാർക്കറ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ കേരള മാത്രമായിരിക്കും. പക്ഷേ വീണ്ടും നമുക്ക് അതിനെ ഒന്നുകൂടി നമ്മൾ സ്ക്രൂട്ടനി ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുക സെൻട്രൽ കേരള ആണെങ്കിൽ തന്നെ നമ്മുടെ ഡോമിനൻസ് ചില മേഖലകളിൽ വളരെ കുറവാണ്. ചിലപ്പോൾ ആ ഒരു കമ്പനി ഗൈനക്കോളജി സെഗ്മെന്റിൽ വളരെയധികം ആക്റ്റീവായ ഒരു കമ്പനി ആണെങ്കിൽ ഈ ഒരു വേണമെങ്കിൽ അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് മാത്രം അവർക്ക് പ്രൊമോട്ട് ചെയ്യാം. ആ ഒരു സമയത്ത് നോക്കുമ്പോൾ അവരുടെ സർവീസബിൾ ഒബ്റ്റൈനബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് മെറ്റ്ഫോമിൻ എഴുതുന്ന ഗൈനക്കോളജിസ്റ്റ് മാത്രമാണ്. അപ്പം നമ്മൾ നോക്കി നോക്കൂ, ആദ്യം ടാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മെറ്റ്ഫോമിൻ ഈച്ച് ആൻഡ് എവറി ഡോക്ടേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ആ ടാം മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമുള്ള റിസോഴ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാൻ പവർ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് ആണ്. ആ സർവീസബിൾ അവൈലബിൾ മാർക്കറ്റും എഗെയിൻ ചിലപ്പോൾ ആ ഒരു കമ്പനിയുടെ വീക്ക്നെസ് വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു എഫിഷ്യൻസി ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെയാണ് കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നത് സർവീസബിൾ ഒബ്റ്റൈനബിൾ മാർക്കറ്റ്. നമ്മളൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് എന്താണ്. അപ്പോൾ അവർ തീരുമാനിച്ചു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസിന് വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അനദർ എക്സാമ്പിൾ എടുത്ത് നോക്കൂ, നമ്മളൊരു ആന്റി ഡാൻഡ്രഫ് പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണ്, ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ. നമ്മളതിന്റെ ടാം നോക്കുകയാണെങ്കിൽ ആന്റി ഡാൻഡ്രഫ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റാണ്. ബട്ട് നമുക്ക് എല്ലാ അവൈലബിൾ മാർക്കറ്റിലും നമുക്ക് റീച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. പിന്നെ നമ്മുടെ സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ അർബൻ ഏരിയയിലെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അർബൻ ഏരിയയിലെ കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾ സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ്. ബട്ട് അവിടെയും ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് സ്ട്രോങ് ആയിരിക്കില്ല. ദെൻ വി വിൽ സീറോ ഡൗൺ. എന്താണ് നമ്മുടെ കേരളത്തിലെ 2 പൊട്ടൻഷ്യൽ അർബൻ ഏരിയകളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ സോങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം, കറക്റ്റായിട്ട് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് 10 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള റിസോഴ്സ് ആയിരിക്കും. പക്ഷെ ആ 10 ഡോക്ടേഴ്സ് ചിലപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുക ചിലപ്പോൾ ടാമെന്ന് 2 പേര്, സോമെന്ന് 2 പേര്, സാമെന്ന് 3 പേരൊക്കെ ആണെങ്കിൽ മേ ബി അതൊരു കറക്റ്റ് ടാർഗറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മാർക്കറ്റ് എന്താണ്, നമ്മുടെ സർവീസബിൾ ഒബ്റ്റൈനബിൾ മാർക്കറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഓരോ ഓൺട്രപ്രണർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഓരോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനും ധാരണ ഉണ്ടായിരിക്കണം, സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ധാരണ ഉണ്ടായിരിക്കണം. ബേസിക്കലി നമ്മളൊരു ട്രെയിനിങ്ങിന്റെ പാർട്ടാണ്. ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവിന് എത്രമാത്രം ഇതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് മാനേജേഴ്സിന്റെയും അതേപോലെ ഓൺട്രപ്രണേഴ്സിന്റെയും
എന്താ പറയുക പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്റ്റ ബിസിനസ് സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്തും നെക്സ്റ്റ് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്തും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ടാം ആണോ, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് സാം ആണോ, അത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് റൈറ്റ് സോം ആണോ എന്നുള്ളത്. നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു.